കോഗൺസു ഒരു അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. തന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താനായി ധൃതിയിൽ കാറോടിച്ചു പോയ കോഗൺസു ഒരു മനുഷ്യനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തും. വീട്ടിലിരിക്കുന്ന തന്റെ മകളെ ഓർത്തപ്പോൾ കോഗൺസുക്ക് പോലീസിനെ അറിയിക്കാൻ മടി തോന്നി. അയാൾ ആരും അറിയാതെ ആ മൃതശരീരം എടുത്ത് തന്റെ കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ അടക്കം നടത്താൻ പള്ളിയിലെത്തും. പെട്ടെന്നാണ് ഒരു കോൾ വരുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കാർ പരിശോധിക്കാനായി വിജിലൻസ് ഉദ്യോഗസ്ഥർ വരുന്നു. തന്റെ വാഹനവും പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഗൺസു ഉടനെ കാറിൽ നിന്ന് ബോഡി മാറ്റാൻ തീരുമാനിക്കും. എവിടെ ഒളിപ്പിക്കുമെന്നാലോചിച്ച ഗൺസു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അടക്കാൻ പോകുന്ന തന്റെ അമ്മയുടെ ശവപ്പെട്ടിയിൽ ഒളിപ്പിക്കാം എന്ന് തീരുമാനിക്കും. അമ്മയുടെ ശവപ്പെട്ടി ഇരിക്കുന്ന റൂമിൽ CCTV ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഗൺസു ഒരു കൂട്ടം ഹൈഡ്രജൻ ബലൂൺ വാങ്ങി അതിനടുത്തായി വയ്ക്കും. എന്നിട്ട് മൃതശരീരത്തിൽ നിന്ന് ഒരു കയറ് കെട്ടി അത് വെന്റിലേറ്ററിലൂടെ ബോഡി ഇരിക്കുന്ന റൂമിലെത്തിക്കും. എന്നിട്ട് നേരെ റൂമിലെത്തുന്ന ഗൺസു പുറത്തുള്ള ബോഡി വെന്റിലേറ്ററിലൂടെ കയറുപയോഗിച്ച് വലിക്കും. എന്തോ അനങ്ങുന്ന ശബ്ദം കേട്ട് സെക്യൂരിറ്റി വരുമെങ്കിലും താൻ തന്റെ മരിച്ചുപോയ അമ്മയോട് അവസാനമായി സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഗൺസു അയാളെ ഒഴിവാക്കും. ബോഡി വലിച്ച് റൂമിലെത്തിച്ച ശേഷം ഗൺസു അമ്മയുടെ ശവപ്പെട്ടിയുടെ ആണി വലിച്ചൂരാൻ തുടങ്ങും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗൺസു പെട്ടി തുറന്ന് ആ ബോഡി തന്റെ അമ്മയോടൊപ്പം വയ്ക്കും. എന്നിട്ട് ആരും അറിയാത്ത പോലെ അത് തിരിച്ചടച്ച് വയ്ക്കും. ആർക്കും കണ്ടുപിടിക്കാനാകില്ല എന്ന വിശ്വാസത്തോടെ അവൻ ആ ബോഡിയും തന്റെ അമ്മയോടൊപ്പം കുഴിച്ചു മൂടും.